വയനാട് ജില്ലയിലെ ഹൈസ്കൂൾ മലയാള വിഭാഗം അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി സംസ്ഥാന സർക്കാരിനെ താക്കീത് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് സർക്കാർ ഇന്ന് ഒരു ഉത്തരവിറക്കിയിരിക്കുന്നത്. കേസുമായി മുന്നോട്ട് പോയ അധ്യാപകരിൽ ഒരാളായ അവിനാശാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനൊരു നിയമ പോരാട്ടത്തിന് ഇറങ്ങി പുറപ്പെടേണ്ടത്? നമസ്കാരം. 2011 നിലവിൽ വന്ന റാങ്ക് ലിസ്റ്റ് 2015 കാലഹരണപ്പെട്ടു പോവുകയും അതിലുണ്ടായിരുന്ന അധ്യാപകർ ആ കാലഘട്ടങ്ങളിൽ ഇവിടെ ഗവൺമെൻറ് ഹൈസ്കൂളുകൾ വേക്കൻസി ഉണ്ട് എന്ന് വിദ്യാഭ്യാസ വകുപ്പിനെയും കോടതിയെയും തെറ്റിദ്ധരിപ്പിച്ച് അവർ അഡ്മിനിസ്ട്രേഷൻ ട്രിബ്യൂണലിൽ കേസ് ഫയൽ ചെയ്യുകയുണ്ടായി. ഞങ്ങളുടെ ലിസ്റ്റ് നിലവിൽ വരുന്നത് 2017 ഏപ്രിൽ 19 ഈ ലിസ്റ്റ് നിലവിൽ വന്നതിന് ശേഷം നവംബർ മാസത്തിലാണ് ഞങ്ങൾ ഇത്തരത്തിലൊരു കേസ് ട്രിബ്യൂണലിൽ നടക്കുന്നത് അറിയുന്നത്. ആ സമയത്ത് തന്നെ ഞങ്ങൾ കക്ഷി ചേരാൻ ശ്രമിച്ചുവെങ്കിലും വിധി വന്നതിനാൽ ഞങ്ങൾക്ക് കയറുവാൻ സാധിച്ചില്ല. അന്ന് ഇതിന് പുനഃപരിശോധനാ ഹർജി ഞങ്ങൾ സമർപ്പിച്ചെങ്കിലും കോടതി അത് തള്ളുകയാണ് ഉണ്ടായത്. ഇതിനെതിരെ ഞങ്ങൾ 10 ആളുകൾ കേരള ഹൈക്കോടതിയെ സമീപിക്കുകയും മാസങ്ങളോളം നീണ്ടുനിന്ന നിയമ പോരാട്ടത്തിനൊടുവിൽ എതിർ കക്ഷികളായിട്ടുള്ള അധ്യാപകർക്ക് 10 അധ്യാപകർക്ക് നിയമനം കൊടുക്കുവാൻ അവിടെ ഉത്തരവിടുകയുണ്ടായി. ആ സാഹചര്യത്തിൽ വീണ്ടും ഒരു പുനഃപരിശോധനാ ഹർജിക്ക് ഞങ്ങൾ ശ്രമിക്കുകയും എന്നാൽ അവിടെയും ഞങ്ങൾക്ക് ഫലം കണ്ടെത്തിയില്ല. അങ്ങനെ അനീതിയിലൂടെ നേടിയെടുത്ത അവർ ആ വിജയം 10 അധ്യാപകർക്ക് വയനാട് ജില്ലയിലെ വ്യത്യസ്തമായ ഗവൺമെൻറ് ഹൈസ്കൂളുകളിൽ അവർക്ക് ജോലി ലഭിക്കുകയുണ്ടായി. ഈ പശ്ചാത്തലത്തിലാണ് ഞങ്ങൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ സമീപിച്ചത്. 4 വർഷത്തോളം നീണ്ടുനിന്ന നിയമ പോരാട്ടം 2023 ഒക്ടോബർ 18 ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഞങ്ങളുടെ വാദം ശരിയാണെന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ 1 മാസത്തിനുള്ളിൽ ഞങ്ങൾക്ക് ജോലി നൽകണമെന്ന് വിധിക്കുകയുണ്ടായി. എന്നാൽ നവംബർ 18 കഴിഞ്ഞിട്ടും ഞങ്ങൾക്ക് ജോലി ലഭിക്കാതെ വന്നതിൻ്റെ സാഹചര്യത്തിൽ ഞങ്ങൾ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ഫയൽ ചെയ്യുകയുണ്ടായി. ഈ സമയത്ത് തന്നെ കേരള സർക്കാർ റിവ്യൂ ഹർജി സമർപ്പിക്കുകയും എന്നാൽ ബഹുമാനപ്പെട്ട കോടതി റിവ്യൂ ഹർജി തള്ളുകയും അനന്തര ഫലമായി ഇന്നലെ നടന്ന കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിൻ്റെ ഫൈനൽ വിധിയിൽ ഞങ്ങൾക്ക് അനുകൂലമായി വിധി തന്നിരിക്കുകയാണ്. അതായത് ഏപ്രിൽ 10 ഞങ്ങൾക്ക് 4 പേർക്കും നിയമനം നൽകണമെന്നാണ് ബഹുമാനപ്പെട്ട കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ഇവിടെ എനിക്ക് പറയാനുള്ളത്, യഥാർത്ഥത്തിൽ ഇവിടെയുള്ള വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ പലരുടെയും ഒത്താശയോടുകൂടി 4.5 വർഷക്കാലം കാലാവധി കിട്ടിയ ലിസ്റ്റ് 2015 ജൂലൈ 15 അവസാനിച്ചു പോവുകയും എന്നാൽ അതിനുശേഷം 2017 ഞങ്ങളുടെ ലിസ്റ്റ് നിലവിൽ വന്നതിന് ശേഷം ഇവിടെ ഉണ്ടായിരുന്ന വേക്കൻസി, ഞങ്ങൾക്ക് അർഹതപ്പെട്ട 10 വേക്കൻസികൾ കാലാഹരണപ്പെട്ടു പോയ ലിസ്റ്റിലെ ആളുകൾ കള്ള പ്രമാണങ്ങൾ ഉണ്ടാക്കി അവർക്ക് അവകാശപ്പെട്ടതാണെന്ന് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചതിൻ്റെ ഫലമായിട്ടാണ് ട്രിബ്യൂണലിൽ നിന്നും ഹൈക്കോടതിയിൽ നിന്നും അവർ അനുകൂല വിധി സമ്പാദിച്ചത്. എന്നാൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നിജസ്ഥിതി മനസ്സിലാക്കുകയും അവിടെ വെച്ച് ബഹുമാനപ്പെട്ട ജഡ്ജി ഞങ്ങളോട് ചോദിക്കുകയുണ്ടായി, നിലവിൽ ജോലി ചെയ്യുന്ന ആളുകളെ പിരിച്ചുവിടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന്. പക്ഷേ ഞങ്ങൾ സത്യസന്ധമായി അവിടെ പറഞ്ഞു, ആരെയും പിരിച്ചുവിട്ടുള്ള ഒരു ജോലി ഞങ്ങൾക്ക് വേണ്ട എന്നും ഞങ്ങൾക്ക് അർഹതപ്പെട്ടത് മാത്രം ഞങ്ങൾക്ക് കിട്ടിയാൽ മതി ഞങ്ങൾ പറഞ്ഞതിൻ്റെ ഫലമായി ആ 10 ആളുകൾ ഇപ്പോഴും ജോലി ചെയ്യുകയും ഞങ്ങൾക്ക് 4 പേർക്ക് ജോലി തരുവാനാണ് ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. എന്തായാലും സുപ്രീം കോടതിയുടെ ഇടപെടലോടുകൂടി ഈ നിയമ പോരാട്ടം നടത്തിയ 4 അധ്യാപകർക്കും ഏറ്റവും അടുത്ത ദിവസം തന്നെ നിയമന ഉത്തരവ് ലഭിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അതിനുള്ള നിർദ്ദേശം വിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് നൽകി കഴിഞ്ഞു.